എല്ലാ പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു പ്രത്യേക എപ്പിസോഡിൽ കാർട്ടൂൺ മാത്രമല്ല, നമ്മൾ കാർട്ടൂണും കണ്ണിമാങ്ങ ചമ്മന്തിയും എന്നാണ് ഇന്നത്തെ എപ്പിസോഡിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. അതായത് വളരെ ഗ്രാമപ്രദേശങ്ങളിൽ അല്ല, പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കൊച്ചിലെ പ്രായത്തിൽ അമ്മ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് കണ്ണിമാങ്ങ ചമ്മന്തി. ഈ മാങ്ങ കാലം തുടങ്ങുമ്പോൾ ഈ ചെറിയ കണ്ണിമാങ്ങ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുമല്ലോ, ആ കണ്ണിമാങ്ങ പെറുക്കിയെടുത്തിട്ട് അതുകൊണ്ട് ചമ്മന്തി അരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഭയങ്കര രുചിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നാലും അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അത് താല്പര്യമുള്ളവർക്ക്. ചെറിയ കണ്ണിമാങ്ങ, അതായത് ഈ നമ്മുടെ മാവിൻ്റെ ചോട്ടിൽ നോക്കിയാൽ ഒരുപാട് ഈ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും വ്യാമോഹിക്കരുതെന്നാണൊരു പഴമൊഴിയുള്ളത്. അപ്പോൾ ഈ ഒരുപാട് മാമ്പൂ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഒന്നും പിടിക്കത്തില്ല, ഇതിൻ്റെ ഒരുപാട് കണ്ണിമാങ്ങ താഴെ പോകും, പൊഴിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഈ മഴക്കാറും മഴയൊക്കെ ആണെന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ മാങ്ങയുള്ള മാവിൻ്റെ ചോട്ടി നോക്കിക്കഴിഞ്ഞാൽ കണ്ണിമാങ്ങ ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. അത് ഫ്രഷ് കണ്ണിമാങ്ങ പെറുക്കിയെടുത്താൽ മതി. ഈ തലേ രാത്രിയിൽ വീണ കണ്ണിമാങ്ങ, ഒരുപാട് വാടിയത് കൊള്ളത്തില്ല, ചെറിയ ഫ്രഷായിട്ട് വീണ കണ്ണിമാങ്ങ എടുത്തിട്ട്, ഈ കണ്ണിമാങ്ങ കൊണ്ട് പല പരിപാടികളും ഉണ്ട്, അമ്മ ചെയ്യുന്ന കാണാം. അപ്പോൾ അതിനകത്ത് ഒരെണ്ണമാണ് ഈ കണ്ണിമാങ്ങ ചമ്മന്തി. നല്ല ഈ കണ്ണിമാങ്ങയുടെ ആ ഒരു രുചി പ്രത്യേകമാണ്. അതുകൊണ്ട് ഒന്ന് ചമ്മന്തി അരച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു പ്രത്യേക സമയത്തേ കിട്ടത്തുള്ളൂ, ഈ കണ്ണിമാങ്ങ ആകുന്ന പ്രായത്തിലേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കണ്ണിമാങ്ങ, ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല, 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാവൊന്നുമില്ല, പക്ഷേ എനിക്ക് കിട്ടിയതാണ് കുറച്ച് കണ്ണിമാങ്ങ. ആ കണ്ണിമാങ്ങ കൊണ്ട് ചമ്മന്തിയും പിന്നെ വേറൊരു സംഭവം ഉണ്ടാക്കുന്നതും പിന്നെ ഒരു കാർട്ടൂണും കൂടെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും നമുക്ക് ഈ ചമ്മന്തിയും കാണാം, കാർട്ടൂണും കാണാം. കാർട്ടൂണിൻ്റെ റഫ് ഞാൻ ഇട്ടിരിക്കുന്നു, ഒരു പോക്കറ്റ് കാർട്ടൂണാണ്. ഞാൻ ഈ സെൽഫി എന്നുള്ള പേരിൽ വരച്ചുകൊണ്ടിരുന്ന ഒരു പോക്കറ്റ് കാർട്ടൂണാണ്. സെൽഫി ഈ ക്യാരക്ടർ സെൽഫിയുടെ ക്യാരക്ടറാണ്. റഫായതുകൊണ്ട് ഞാനിങ്ങനെ നന്നായിട്ടൊന്നും വരച്ചിട്ടില്ല, അത് ബാക്കി തെളിച്ച് വരയ്ക്കുമ്പോഴാണ് അത് മുഴുവനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ്, ടി.പി. ശ്രീനിവാസനെ അടിച്ചത് മഹാ അപരാധമൊന്നും അല്ലെന്ന് നമ്മുടെ SFI നേതാവ് ആർഷോ പറഞ്ഞിരിക്കുന്നു. അതിനായിട്ട് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് ആർഷോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തുക, ഒരുപാട് ചാനലുകാരുടെ മൈക്കും ക്യാമറയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഒരു സാധാരണക്കാരൻ, എൻ്റെ ക്യാരക്ടറും ഒരു സാധാരണക്കാരൻ എൻ്റെ ക്യാരക്ടറിനോട് പറയുകയാണ്, രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി, സാധാരണ അവർ അടിയിൽ നിർത്താറില്ല, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന്. അതായത് അദ്ദേഹം പറഞ്ഞ അടിച്ചതൊരു മഹാ അപരാധമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണഗതിയിൽ ഇവർ കൊല്ലാറാണ് പതിവ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ നടക്കുന്ന സംഭവം നമുക്കറിയാം. അതിലും ക്രൂരതയായിട്ടാണ് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ പൂക്കോട്ടൂർ വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ അവസ്ഥ. അവനെ കൊന്നു കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയാണ് ഇവർ സാധാരണ ചെയ്യാറ്. ഇത്തവണ അടിച്ചത് മാത്രമേ ഉള്ളല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് തെളിച്ച് കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കണ്ണിമാങ്ങയിലോട്ടും വരാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. ഇവിടെ ആർഷോ പത്രസമ്മേളനം നടത്തുകയാണ്. അപ്പോൾ കാർട്ടൂൺ തീർന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫൈനലായിട്ട് ഒന്നുകൂടെ കാണാം, ഇതൊന്ന് കമ്പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടെ കാണാം. ഇന്നത്തെ തന്നെ മറ്റു വാർത്തയാണ്, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ ഗ്രാഫാണ്, അതങ്ങ്
താഴോട്ട് പോയി ഭൂമി പിളർന്ന് താഴോട്ട് പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ ഈ ക്യാരക്ടർ പറയുകയാണ്, സംഭവമൊക്കെ കറക്റ്റാണ്, പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് ഇത് തലതിരിച്ച് വെച്ചാൽ മതി എന്നാണ്. അതായത് ഈ ബോർഡ് എടുത്ത് തലതിരിച്ച് വെച്ചാൽ മതി, അന്നേരം ഈ ആരോമാർക്ക് മുകളിലോട്ട് കയറി പൊക്കോളുമല്ലോ. അതാണ് മറ്റേ സാമ്പത്തിക വ്യവസ്ഥ വളർച്ചയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇതാണ് 2 കാർട്ടൂണുകൾ. നമുക്കിനി ഈ കണ്ണിമാങ്ങയുടെ വിശേഷത്തിലോട്ട് വരാം. അപ്പോൾ ഇതാണ് കണ്ണിമാങ്ങ. ഇന്നിപ്പോൾ രാവിലെ എനിക്ക് കിട്ടിയ കണ്ണിമാങ്ങയാണ്. തീരെ ചെറിയ കണ്ണിമാങ്ങയാണ് ഇതിന് നല്ലത്, മറ്റേ ചമ്മന്തിക്ക് നല്ലത്. അത് ഞെങ്ങരുത്, വാടി ഞെങ്ങരുത്, വീണപാട എടുക്കുക. ഇതുണ്ട് വീണപാട. ഇത് ഏകദേശം ഒരു കറയുടെ ഉണ്ട്. നമ്മൾ 1-2 കണ്ണിമാങ്ങ വീട്ടിലുള്ളവർ 1-2 എണ്ണം പറിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ വലുതാകുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ടേസ്റ്റുള്ള ഒരു ചമ്മന്തി അരിക്കാനായിട്ട് 2 കണ്ണിമാങ്ങ ഒടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേ മാമ്പഴത്തിലെ അമ്മ വഴക്ക് പറഞ്ഞ കണക്ക് വടിയും കൊണ്ട് അമ്മ വരാതിരുന്നാൽ മതി. ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ച് കളഞ്ഞല്ലോ, കുസൃതി കുരുന്ന നീ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ കണ്ണിമാങ്ങ ഞാനിപ്പോൾ വളരെ കുറച്ച് ചമ്മന്തി അരയ്ക്കുന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഇത്ര ഒരു കണ്ണിമാങ്ങ മതി നമുക്ക്. ഈ ഒരു കണ്ണിമാങ്ങ മതി. ചില കണ്ണിമാങ്ങയുടെ തൊലിക്ക് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തൊലിയും കൂടെ ഒന്ന് ചെറുതായിട്ട് മറ്റേ ചെത്തിക്കളയണം. ഈ തൊലി മാത്രം, ഈ കരിന്തൊലി മാത്രം അങ്ങ് ചെത്തിക്കളയണം. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി സാമഗ്രികളും കൂടെ എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം. ഇതാ കണ്ണിമാങ്ങ മുറിച്ചിരിക്കുകയാണ്. നമുക്ക് നടുക്കുള്ള കഴിക്കുന്ന ഭാഗം വേണ്ട, ആ അണ്ടി അതെടുത്ത് നമ്മൾ കളയണം. ഇത് മതി, ഇത്രയും മതി. ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് വേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ച് തേങ്ങ, ഇതിൻ്റെ അളവൊന്നും കൃത്യമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കുറച്ച് എടുത്തതേ ഉള്ളൂ. ഈ കുറച്ച് മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഇതിലും കുറച്ചുകൂടെ കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് മറ്റേ തേങ്ങ, കുറച്ച് മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, ഒരു 2 ചെറിയ കഷ്ണം ഉള്ളി, കരിവേപ്പില, ഇത്ര സാധനം മതി. അതായത് തേങ്ങ, മുളക് പൊടി, ഉപ്പ്, കരിവേപ്പില, ഉള്ളി, ഈ മാങ്ങ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കാം. അപ്പോൾ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതായത് ഈ മറ്റേ ചെറിയ കണ്ണിമാങ്ങയുടെ ഒരു സ്വാദ് വളരെ നല്ലൊരു ചേഞ്ചാണ്. എനിക്ക് നല്ല സ്വാദായിട്ട് തോന്നുന്നു. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മോരോ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമുള്ളവർ അത് സ്വീകരിക്കുക. ഇനിയിപ്പോൾ ഈ കണ്ണിമാങ്ങ കൊണ്ട് തന്നെ വേറൊരു വിഭവമുണ്ട്. അതിന് ഈ പാചകമൊന്നുമില്ല. ഇത് കുറച്ചൊന്ന് അരിഞ്ഞെടുക്കേണ്ടത്. അത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കാണാം. ഇതിന് ഇത്രയും വലിയ കണ്ണിമാങ്ങ വേണ്ട, ഇതിലും ചെറുതാണ് വേണ്ടത്. ഇതിലും ചെറിയ കണ്ണിമാങ്ങ കിട്ടുന്നെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്. ഏതായാലും ഇത് ഉള്ളത് വെച്ച് ഞാനൊന്ന് കാണിക്കാം. കണ്ണിമാങ്ങ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തെ അണ്ടിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഈ ഷേപ്പ് വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പ്. കുറച്ച് ഇതിലും കുറച്ചുകൂടെ ചെറുതായാലും കുഴപ്പമില്ല. എന്നിട്ടൊരു കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഇനി അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇനി വേണ്ടത് കുറച്ച് ഉണക്കമുളകാണ്, വറ്റലമുളകാണ്, പിന്നെ ഉപ്പും വേണം. അധികം സാധനങ്ങളൊന്നും രണ്ടിനും വേണ്ട, എല്ലാം ചെറിയ ചെറിയ സാധനങ്ങൾ മതി. പഴയ വല്യമ്മമാരുടെ ഒരു ചോറിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ആ പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഉള്ളിയും ഉപ്പും ഈ മുളക് കീറിയിട്ടതും കൂടെ ഒന്ന് ഇങ്ങനെ ഞെരടി അത് പിടിപ്പിക്കുക. അത് കുറച്ച് നേരത്തെ ചെയ്യണം. രാവിലെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഊണ് കഴിക്കുമ്പോഴത്തേക്കും ഈ മാങ്ങയ്ക്കകത്ത് ഉപ്പും എരിവും ഒക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെ എടുത്ത് കഴിക്കാം. ഈ മുളക് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂടിയോ കുറഞ്ഞോ അവരുടെ എരിവിൻ്റെ കണക്കാക്കി ഇടാം. ഉപ്പും അതേപോലെ തന്നെ. ഉപ്പൊന്നും ഇപ്പം ആർക്കും കഴിക്കാൻ വയ്യല്ലോ, എല്ലാവർക്കും ഷുഗറും പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പൊക്കെ കുറവായിരിക്കും. ഉപ്പ് വേണ്ടല്ലോ, അതുപോലെ ഇടുക. അപ്പോൾ ചോറ് ഉണ്ണുന്നതിന് കുറച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഇതിൻ്റെ ഉപ്പ് ഒരു വെള്ളമയമൊക്കെ വരും. അതിൻ്റെ ചോറിൻ്റെ കൂടെ വായി വെള്ളം വരുന്നു. ചോറിൻ്റെ കൂടെ എടുത്ത് കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് കണ്ണിമാങ്ങ കൊണ്ടുള്ള രണ്ടാമത്തെ ഒരു
പലഹാരം. അല്ല കറിയാണ്. ചമ്മന്തി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആ ചമ്മന്തിക്ക്. ഈ പറഞ്ഞ കണക്ക് ഈ വീഡിയോയിലൊക്കെ ഇതിൻ്റെ ചാനലിലൊക്കെ ഇടുകയാണെങ്കിൽ ഒരു പറ അരിയുടെ ചോറ് ഉണ്ണാന്നൊക്കെ പറഞ്ഞ് പറയും. പക്ഷേ ഇപ്പോൾ ആർക്കും ഒരു പറയുന്നതും തിന്നാൻ മേല. നമുക്ക് ഒരു രണ്ട് തവി ചോറ് കഷ്ടിച്ചാണ് കഴിക്കാൻ പറ്റുന്നത്. ഈ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ചോറൊക്കെ ഭയങ്കര കുറവാണ്. എന്തായാലും കണ്ണിമാങ്ങ കിട്ടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.